സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൻ്റെ സുവർണ നാഴികക്കല്ല് എന്ന് തന്നെ വിശേഷിക്കപ്പെടാവുന്ന വഖഫ് ബില്ല് ഇപ്പോൾ പാർലമെൻറ്റിൽ പാസ്സായിരിക്കുന്നു. രാഷ്ട്രപതി അംഗീകരിച്ച് പ്രസിദ്ധീകരിക്കുന്നതോടെ രാജ്യത്ത് നിയമമായി മാറും. കഴിഞ്ഞ 50 വർഷ കാലമായി ഈ വഖഫ് രൂപീകരിച്ചിട്ട് 95-ൽ കൂടുതൽ നിയമപരിരക്ഷകളും എന്നാൽ അനിയന്ത്രിതമായ അധികാരങ്ങളും നൽകിക്കൊണ്ട്, പ്രത്യേകിച്ച് ഈ രാജ്യത്തിൻ്റെ തലപ്പത്ത് അന്തിമ വിധികർത്താക്കൾ എന്ന് പറയുന്ന ജുഡീഷ്യറിക്ക് പോലും ഈ വഖഫിൻ്റെ നടത്തിപ്പിലോ മറ്റ് പരാതികളിലോ ഇടപെടാൻ കഴിയാത്ത ഈ രാജ്യത്തെ ജുഡീഷ്യൽ സംവിധാനത്തെ മുഴുവൻ അന്തരീക്ഷത്തിൽ നിർത്തുന്ന ഒരു ബില്ലായിരുന്നു കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് സർക്കാർ രൂപീകരിച്ചത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. വഖഫ് ഈസ് എ റിലീജിയസ് പയസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം അവരുടെ ദാനധർമ്മ കർമ്മനിഷ്ഠങ്ങളുടെ ഭാഗമായി അവർ നൽകുന്നത്. അത് മതപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടണം, അത് അവരുടെ പൂർണ്ണമായ സ്വത്തായിരിക്കണം, അതിൽ തർക്കങ്ങളോ ബാധ്യതകളോ പാടില്ല. എന്നാൽ നമ്മുടെ രാജ്യത്ത് നിലവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കണക്കുകൾ പ്രകാരം ഈ രാജ്യത്തിൻ്റെ മുഴുവൻ കേന്ദ്രങ്ങളിലും വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് തർക്കം നിൽക്കുന്നു. തർക്കം ഇതര മതസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി മുസ്ലിം വിഭാഗത്തിലെ തന്നെ വ്യക്തികൾ തമ്മിൽ പോലും ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് പരാതികൾ ആണ് വഖഫുമായി ബന്ധപ്പെട്ടുള്ളത്. കാരണം ഈ ബില്ല് നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥകൾ പ്രകാരം ഒരു വഖഫായി പ്രഖ്യാപിക്കാനോ ഇല്ലെങ്കിൽ കൂടുതൽ നാൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചതിൻ്റെ പേരിൽ അതെല്ലാം വഖഫായി സ്വയം പ്രഖ്യാപിക്കുന്ന രീതികൾ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിനും മുസ്ലിം ഇതര സമൂഹത്തിനുമൊക്കെ വന്ന് ഭവിച്ചു എന്നുള്ളത് വലിയ വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ്. അതിനെതിരെ കോടതിയെ സമീപിക്കാൻ കഴിയില്ല, വഖഫ് ട്രൈബ്യൂണലിൽ പോകണം. കൂടാതെ വ്യക്തി തന്നെ നേരിട്ട് സ്വയം ഈ വസ്തു വഖഫല്ല എന്ന് തെളിയിക്കാനുള്ള വലിയ ബാധ്യതകളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുനമ്പം വിഷയം. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്ന മുമ്പ് ഇത്രയും വലിയ പ്രതിസന്ധികൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം ചെന്നു. നമുക്ക് മറ്റൊരു വസ്തുത അറിയാം. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് കർണാടകയിലെ ഈദ്ഗാഹിനും മൈതാനം വാടകയ്ക്ക് നൽകും. എല്ലാ വർഷവും എല്ലാവർക്കും പൊതുപരിപാടിക്ക് നമ്മുടെ നാട്ടിലെ മൈതാനങ്ങളൊക്കെ വാടകയ്ക്ക് വിടും. അങ്ങനെ ചെന്നമ്മ സ്റ്റേഡിയം വാടകയ്ക്ക് നൽകുകയും 3-4 വർഷത്തിന് ശേഷം അവിടുത്തെ മഹല്ല് കമ്മിറ്റി ഇത് വഖഫാണെന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തു. ഇത് നാട്ടിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കി. പാർലമെന്റും സുപ്രീം കോടതി ഇരിക്കുന്ന പരിസരം വരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഗൾ രാജവംശം വഖഫ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉദിക്കുകയുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ അനിയന്ത്രിതമായി നിയമങ്ങൾ, പരിരക്ഷകൾ, ഇങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധ പരിരക്ഷ നൽകിയത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എന്ന് പറയട്ടെ. അത് ഒരു രാജ്യത്തോടുള്ള വെല്ലുവിളിയായിരുന്നു. ഇന്ന് ആ വെല്ലുവിളിയിൽ നിന്ന് നമുക്ക് രാജ്യത്തിന് വഖഫ് ബില്ലിലൂടെ മോചനമുണ്ടായിരിക്കുന്നു. ഇനി എല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് അതീതമായി നിന്നുകൊണ്ട് നമുക്കിപ്പോൾ പരിരക്ഷയുണ്ട്, കോടതിയെ സമീപിക്കാം. ഇങ്ങനെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പുതിയൊരു ചരിത്രമുണ്ട്. കണക്കുകൾ ഓഡിറ്റബിൾ ആക്കി പറ്റും. രതീന്ദ്ര സച്ചാർ കമ്മിറ്റി തന്നെ പുറത്തേക്ക് വന്നപ്പോൾ പറഞ്ഞല്ലോ, ഏതാണ്ട് ഒരു വർഷം 1 ലക്ഷം കോടിയിലധികം വരുമാനം ഉണ്ടാവേണ്ട സ്ഥാനത്ത് ഏതാണ്ട് 1 കോടിയോളം രൂപ മാത്രമേ വരുമാനം ഉണ്ടാകുന്നു. ഈ വരുമാന നഷ്ടമെല്ലാം ഉണ്ടാകുന്നത് മുസ്ലിം സഹോദരന്മാർക്ക് തന്നെയാണ്. അങ്ങനെ നല്ലൊരു വരുമാനം മറ്റാരും, ചിലപ്പോൾ അവരെ കൂട്ടത്തിൽപ്പെട്ടവരോ പുറത്തുനിന്നുള്ളവരെല്ലാം ഇത് ദുരുപയോഗം ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ വരുമാനം പോലും ഇതിൻ്റെ അർഹരായവർക്ക് കിട്ടാതെ പോവുകയും അത് മുസ്ലിം സമൂഹത്തിലെ വിദ്യാഭ്യാസത്തിനും മറ്റ് അവരുടേതായ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കേണ്ടത് പോലും അവർക്ക് തന്നെ ലഭ്യമാകുന്ന പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഓഡിറ്റബിൾ ആയിരിക്കുന്നു. 1 ലക്ഷം രൂപയ്ക്ക് കണക്കിലുള്ളതെല്ലാം സർക്കാർ കൃത്യമായി പരിശോധിക്കും. ഇങ്ങനെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് കൃത്യമായി പരിശോധിക്കുകയും ജനങ്ങൾക്ക് മുഴുവൻ 40 വകുപ്പ് എടുത്തു കളഞ്ഞതോടുകൂടി ഏത് സ്വത്തും ഏത് സമയം വഖഫ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ കൃത്യമായിട്ട് അതിനെ നിയമപരമായ പരിരക്ഷ നൽകുകയും ജനങ്ങളുടെ സ്വത്തിന് പോലും ഒരു വലിയ സംരക്ഷണം ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നു.